മോർണിംഗ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കില്ലേ? നമ്മൾ കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. അതേപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ഒരു പ്രഭാതം സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇന്നത്തെ നമ്മുടെ മാത്രമായിരിക്കില്ല, ഇത് കുറച്ചധികം പേർക്ക് അങ്ങനെ തന്നെ ആയിരിക്കും. അതായത് പേടിപ്പിക്കുന്നത് സൈറണായിട്ടാണ് ഇന്നത്തെ നമ്മുടെ മിക്ക ആളുകളുടെയും പ്രഭാതം സ്റ്റാർട്ട് ചെയ്ത്. കാരണം ഒരു മഴ മുന്നറിയിപ്പ്, നല്ല അതിവേഗത്തിൽ കാറ്റൊക്കെ വീശുന്ന ഒരു സൈനൊക്കെ നമുക്ക് ഇന്നലെ തന്നെ തന്നിട്ടുണ്ട്, വെളുപ്പിനല്ലേ. അപ്പോൾ എന്തായാലും അത് രാവിലെ നീക്കാത്തവർ വരെ ആ ഒരു സൈറൺ കേട്ട് എന്തായാലും മിക്കവാറും തന്നെ നീക്കാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്ന് അങ്ങനെയൊക്കെ നമുക്ക് ആ ഒരു സൈറണൊക്കെ മുഴുവൻ മഴ മുന്നറിയിപ്പൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഇന്ന് നോക്കി നല്ലൊരു തെളിഞ്ഞ ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ നമുക്ക് എന്നുള്ളത്. അപ്പോൾ ഇന്നലത്തേക്ക് അപേക്ഷിച്ച് നല്ല ബെറ്റർ ക്ലൈമറ്റ് തന്നെ പറയുന്നത്. കാരണം ഇന്നലെയൊക്കെ നല്ല മഴ തന്നെയായിരുന്നു. അതായത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് മഴ എന്ന് പറയുന്നത്, ചെറിയൊരു ഗ്യാപ്പ് ഇല്ലത്. പക്ഷേ ഇന്നത്തെ നോക്കി നല്ലൊരു തെളിഞ്ഞ ക്ലൈമറ്റ് ആണ്. പക്ഷേ വലിയ വെയിലിൽ കൂടി ഇന്നത്തെ അപേക്ഷിച്ച് നല്ല ബെറ്റർ തന്നെയാണ് കേട്ടോ. അതേപോലെ തന്നെ കാറ്റും നമുക്കിന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ബെറ്ററായിട്ട് ഇരിക്കും നമുക്ക് ഇവിടെയൊക്കെ ക്ലൈമറ്റ് ഓക്കെയാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് പേർക്ക് ഈ ഒരു മഴ കാരണം ഒരുപാട് പേര് ദുരിതത്തിൽ പ്രശ്നങ്ങളിലൊക്കെയാണെന്ന് അറിയുന്നവരൊക്കെ നമുക്ക് ന്യൂസൊക്കെ കേൾക്കുമ്പോൾ അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തായാലും എല്ലാവരും പരമാവധി സേഫായിട്ടും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് നമ്മുടെ ക്ലൈമറ്റിൻ്റെ ഇപ്രാവശ്യത്തിൽ പോകുക. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തിനൊക്കെ അപേക്ഷിച്ച് ഇപ്രാവശ്യം മഴ വളരെ കുറവാണെങ്കിൽ പോലും കിട്ടുന്ന ഒരു മഴ എന്ന് പറയുമ്പോൾ ഒരുപാട് നാശനഷ്ടങ്ങൾ പലയിടത്തായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും പേടിയല്ല, മറിച്ചൊരു മുൻകരുതലെടുക്കുക. എല്ലാവർക്കും അതുകൊണ്ട് സേഫ്റ്റി മുഖ്യം. അതുകൊണ്ട് തന്നെ പരമാവധി വെള്ളത്തിലേക്കും പുഴകളിലേക്കൊക്കെ ഒന്ന് ഇറങ്ങാതിരിക്കുക. അതേപോലെ തന്നെ അപകടകരമായിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ താമസിക്കുന്ന കൂടുതലാണെങ്കിൽ എന്തായാലും ഒരു മഴ ഒന്നും ഒതുങ്ങുന്നവരെങ്കിലും ഒന്ന് മാറി താമസിക്കുക. അപ്പോൾ അതിലൂടെയൊക്കെ നമുക്ക് ഒരുപാട് ജീവനുകൾ തന്നെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്കിവിടെ എന്തായാലും വലിയ കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റ് തന്നെയാണ്. കാരണം ആ ഒരു മഴ മുന്നറിയിപ്പോലുള്ള ഒരു സൈറനെ കേട്ടപ്പോൾ എന്തായാലും നല്ല മഴയാണെന്ന് കേട്ടോ വിചാരിച്ചെന്തായാലും. അങ്ങനെ ഒരു കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ ഞാനിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആവണിക്കുള്ളി ഇത് അവിടെ ഉണ്ട് കേട്ടോ. ആളുകൾ കുളിയെല്ലാം കഴിഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിന്നിട്ട് എന്നെ ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നപ്പോൾ തന്നെ അവളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ നോക്കിയാൽ അവിടുന്ന് ഓരോ ഗോഷ്ടിയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞാനിവിടെ വീഡിയോ എടുക്കുന്നതിൻ്റെ അതൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ വാതിലിൻ്റെ സൈഡിൽ വന്ന് നിൽക്കുമായിരുന്നു. ആലിക്കുട്ടി ഒരു ഹായ് തന്നേ, ഹായ് താ. എന്താ പരിപാടി? ആണോ? നിൻ്റെ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഒളിച്ചു ചോദിച്ചിട്ടുണ്ട്, ആണിക്ക് ചോദിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് വാഴയിലേക്ക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പൊട്ടിച്ചെടുത്താൽ മാത്രമല്ല നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് കൂടി ഉണ്ട്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള വാഴയില അടുപ്പ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഈ ഒരു വാഴയില വെച്ചിട്ട് നമുക്കിന്ന് കുറച്ച് അട ഉണ്ടാക്കി എടുത്താലോ. ഞാനിവിടെ നമ്മുടെ ഈ ഒരു വാഴയിലയും ചെയ്യാറുണ്ട്, അതേപോലെ തന്നെ ഇടനേല ഉണ്ടല്ലോ, അപ്പോൾ അതിലും ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഇടനേലയുടെ ഒരു സ്മെല്ല് ഒരു വല്ലാത്തൊരു സ്മെല്ലാട്ടോ. അപ്പോൾ രണ്ടിലും ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് ദിവസമായിട്ടോ അപ്പോൾ വാഴയിലയിൽ ചെയ്തിട്ട് ഗോതമ്പ് പൊടിയിലാണ് അട ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പോണത്. അതേപോലെ തന്നെ കുറച്ച് വെള്ളം കൂടി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു നുള്ളു ഉപ്പും. അപ്പോൾ വെള്ളം ഞാനൊരു ചെറിയൊരു ചൂടോട് കൂട്ടുള്ളത് വെള്ളമായിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാനൊക്കെ പറ്റിയിട്ട് നല്ലൊരു മയം തന്നെ ആയിരിക്കും നമ്മുടെ ഒരു അടയ്ക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും മതി കേട്ടോ. അതായത് നമ്മളെന്തായാലും ശർക്കര ഇട്ട് കൊടുക്കും. അപ്പോൾ ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു നുള്ളു ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടേ. മഴയൊന്നും ഇല്ലെങ്കിലും ചീവീടും കിളികളും നല്ല രീതി തന്നെ ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് ആ ഒരു ചീവീടിൻ്റെ സൗണ്ട് നല്ല രീതി തന്നെ ഇങ്ങനെ ചെവിയിലേക്ക് ഇങ്ങനെ കുത്തി കയറുന്നൊരു സൗണ്ടാണേ. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കട്ട കെട്ടാതെ പതുക്കെ പതുക്കെ നന്നായിട്ട് നല്ല സോഫ്റ്റായിരുന്നു കുഴച്ചെടുക്കാം കേട്ടോ. എപ്പോഴും ചെറിയ ഇളം ചൂടുള്ള വെള്ളത്തിൽ ഇതുപോലെ കുഴച്ചെടുക്കുകയാണെങ്കിൽ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ചെറിയ ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഇവിടെ മലയോര മേഖല ആയതുകൊണ്ട് തന്നെ കുറച്ച് പേരൊക്കെ നമുക്ക് കമൻസിലൂടെയൊക്കെ ചോദിക്കാറുണ്ട്, ചേച്ചി അവിടെ എങ്ങനെയാണ്, സേഫാണോ, മഴയുണ്ടോ, എന്താ അവസ്ഥ എന്നൊക്കെ. പിന്നെ നമുക്കിവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നാലും ഇതുവരെ നമ്മൾ സേഫാണ്, യാതൊരു പ്രശ്നമില്ല കേട്ടോ. നമുക്കിവിടെ നല്ല കോടമഞ്ഞും അതേപോലെ തന്നെ മഴ ഇല്ലെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ തന്നെ മഞ്ഞ് പെയ്യുന്ന ഓരോ പ്രഭാതം അതുപോലെയൊക്കെ തന്നെയാണ് ഇവിടെ. അല്ലാതെ നമുക്കിങ്ങനെ മഴയും അതുപോലെ തന്നെ കാറ്റും അങ്ങനത്തെ വലിയ പ്രശ്നങ്ങൾ നമുക്ക് ഇതുവരെ എന്തായാലും നിലവിലില്ല കേട്ടോ. എല്ലാവരും പരമാവധി എന്തായാലും സേഫായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ നമുക്കിത് ആ കുഴച്ച് ഒഴിച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ സോഫ്റ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നുകൂടി നല്ല രീതിയിൽ കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ അസിസ്റ്റൻ്റ് അതിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടുത്തെ ഒരു സ്ഥിരം കലാപരിപാടിയായി തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ ചപ്പാത്തിക്ക് മാവ് കഴിക്കാൻ എടുക്കുകയാണെങ്കിൽ ഒരു വലിയൊരു ബോൾ അതുപോലെ എടുക്കണം കേട്ടോ. അത് വെച്ചിട്ട് അവൾ പലതരം രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് തന്നെ കൊണ്ടു തരും. പക്ഷേ കൊണ്ടുവരുമ്പോഴത്തേ അതിൻ്റെ കളറും മാറിയിട്ടും അതിൻ്റെ ടെക്സ്ചർ നല്ല രീതിയിൽ മാറ്റിയിട്ടുണ്ടാവുകയാണ്. ദോശയാണ് ഉണ്ടാക്കണേ. അപ്പോൾ ഇത്ര വെള്ളം മതിയോ? ഉപ്പൊന്ന് മൊത്തം ഇടുവയില്ലേ? വെള്ളമില്ലേ? വെള്ളം മതി, അമ്മ ഒഴിച്ചിട്ടുണ്ട് വെള്ളം. അങ്ങനെ നമ്മുടെ മാവെല്ലാം നല്ല രീതിയിൽ കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് തേങ്ങ ഇല്ലാതെ എന്താടാല്ലേ, അതുകൊണ്ട് ഒരു തേങ്ങ നല്ലൊരു തേങ്ങ നമുക്ക് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുലുങ്ങിനൊക്കെ ഉണ്ട് ഒരു മീഡിയം സൈസ് തേങ്ങയുണ്ട്. അപ്പോൾ തേങ്ങയിനേക്കാളും വലുപ്പമായിട്ട് നമ്മുടെ വാക്കത്തിക്കുള്ളത്, അതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു എടുത്തിട്ടുള്ളൊരു വാക്കത്തി. അതൊന്ന് പൊട്ടിച്ച് നോക്കട്ടെ. അങ്ങനെ നമ്മുടെ തേങ്ങയൊക്കെ ഞാൻ പകുതി പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങ അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ പുറത്ത് ചാടിയിട്ടുണ്ട്. അപ്പോൾ കുടിച്ച് നോക്കിയപ്പോൾ നല്ല മധുരം ഉണ്ട് കേട്ടോ. പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റിന് കേട്ടോ തേങ്ങ പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഉള്ളൊന്ന് പൊടിച്ച് നോക്കാം. പിന്നെ നമ്മുടെ കുട്ടിക്കുരുമ്പിക്ക് ഇതുപോലെ തേങ്ങ കുടിക്കാനൊന്നും താല്പര്യമില്ലാത്തൊരു കൂട്ടത്തിലാട്ടോ. നമ്മൾ ഞങ്ങൾ നിർബന്ധിച്ച ഒരു കൈ കുടിച്ചായി, അത്രേ ഉള്ളൂ കേട്ടോ. തേങ്ങവെള്ളവും തണുപ്പാണ്, നമ്മുടെ പ്രകൃതിയും അത്യാവശ്യം തണുപ്പായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളങ്ങനെ നിർബന്ധിക്കാറില്ല കേട്ടോ ഇപ്പോൾ. അപ്പോൾ ഇതാണ് ഞാൻ നിൽക്കുന്നതിൻ്റെ പുറകിലേക്ക് നമ്മുടെ ഏലം, അതുപോലെ തന്നെ ഇവിടെ തൊട്ടടുത്തായിട്ട് നമ്മുടെ മീൻകുളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതുമായിട്ട് നേരെ ഉള്ളിലേക്ക് പോകാം കേട്ടോ. കാരണം നമ്മുടെ ബാക്കി പരിപാടി തുടങ്ങുന്നുണ്ട്. അപ്പോൾ തെങ്ങയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ നിന്ന് ഒരു കഷ്ടം അതിൽ കടിച്ച് അതിലൊരു ടേസ്റ്റ്, ഒരു വല്ലാതൊരു ടേസ്റ്റാണ്. കാരണം പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു തേങ്ങയ്ക്ക് നല്ല മധുരം ഉണ്ട് കേട്ടോ, തേങ്ങ വെള്ളത്തിന്. അപ്പോൾ ആ ഒരു മധുരം നന്നായിട്ട് നമ്മുടെ ഒരു തേങ്ങയിൽ കൊണ്ടിട്ട് നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകട്ടെ. കാരണം ഇവിടെ കിളികളുടെ സൗണ്ടും ചീവീടിൻ്റെ സൗണ്ടും ഒരു കലപില ബഹളാട്ടോ. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്കതിന് ബുദ്ധിമുട്ടാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ നല്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ നല്ല രീതിയിലാട്ടോ ചീവീട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. അതുകൊണ്ട് നമുക്ക് ഇതുമായിട്ട് നേരെ പോവാം. തേങ്ങ വെള്ളം കൊടുത്തിട്ടില്ലെങ്കിലും തേങ്ങ എടുത്ത് ഞാൻ ഉള്ളിലെത്തിയപ്പോൾ തരുതാ തേങ്ങ ചിലവാൻ വേണ്ടി എന്നെ സഹായിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് ചെറിയൊരു പണിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതായത് നമ്മൾ മാവൊക്കെ കുഴച്ച് തെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് എൻ്റെ കണ്ണ് വെടിച്ചിട്ട് ഇടയിൽ കൂടെ വന്നിട്ട് ഓരോ പീസായിട്ട് ഇത് കുറച്ച് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതുകൊണ്ട് ഓരോ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും അങ്ങനത്തെ പരിപാടി ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ എടുത്തുള്ള തേങ്ങയായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത തേങ്ങയുള്ളത്. അതായത് ഒരു മീഡിയം സൈസ് തേങ്ങ ആയതുകൊണ്ട് തന്നെ ഉള്ളിലേക്കൊക്കെ അത്യാവശ്യം നല്ല ഇതിനൊരു കാമ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് തേങ്ങ ചെറുപ്പത്തേക്കും നല്ല ഇത് തന്നെ വരുന്നുണ്ട് കേട്ടോ. അതിന് ചില ടൈമിലൊക്കെ നമുക്ക് പൊടിച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ തേങ്ങയൊക്കെ ആയിട്ട് കിട്ടുക. അപ്പോൾ ഇതെന്തായാലും വലിയ കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഈ ഒരു തേങ്ങ കിട്ടിയിട്ട് നമ്മൾ കുറച്ചധികം നാളായിട്ടുണ്ട് കേട്ടോ. തേങ്ങ അത്യാവശ്യം നല്ല രീതി തന്നെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ 2 മുറിയായിട്ട് എടുക്കുന്നത്, ഒരു തേങ്ങ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാനൊരു തേങ്ങ എല്ലാവരും ചെറുകി എടുക്കരുത്. കാരണം എല്ലാവരും ചെറുകിന് കുറച്ച് ടൈമാവും. അപ്പോൾ എന്തായാലും തേങ്ങ ചെറുകണം. അതേപോലെ തന്നെ നമുക്കൊന്ന് വെല്ലമൊക്കെ ഒന്ന് ചീവൊന്ന് ശരിയാക്കാണ്ട്. അപ്പോൾ എന്തായാലും തേങ്ങയെല്ലാം ചെറുകിയതിന് ശേഷം കാണാം. അതായത് നമ്മൾ പൊതിച്ചിട്ടുള്ള ആ ഒരു തേങ്ങ ഫുൾ എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചെങ്കിൽ നോക്കി ഒരു 3/4 ചെറുകിയപ്പോഴത്തേന് ഇത്രയും ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് മതിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്കിത് ബാക്കി വെല്ലം ഒന്ന് ഈ രീതിയിൽ ഒന്ന് ആക്കണം. അപ്പോൾ നോക്കി ഞാനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നെ ഹെൽപ്പ് ചെയ്ത ഫ്രണ്ടിൽ തന്നെ നമ്മുടെ കുട്ടിക്കുറുമ്പി ഇല്ല കേട്ടോ. പക്ഷേ അങ്ങനെ സഹായങ്ങളൊക്കെ ചെയ്ത് അവസാനം എനിക്ക് ഇരട്ടി പണി കേട്ടോ. അതുകൊണ്ട് അവിടെ നിന്ന് ഞാൻ മാറ്റി വെച്ചടപ്പ് ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ട് ഇത് അവിടെ തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ ഒരു പീസൊക്കെ എടുത്ത് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ബെല്ലാടി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബെല്ലാടി. ഞാൻ കത്തി വെച്ചിട്ട് അല്ലാതെ നമ്മൾ ചീവി എടുക്കാൻ വേണ്ടി നോക്കിയെങ്കിലും അത്രയും അങ്ങ് സക്സസ് ആവാത്തതെന്ന് അറിയാം ഈ ഒരു സംഭവത്തിലെടുത്ത്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ എടുത്തപ്പോൾ പെട്ടെന്ന് അങ്ങ് നന്നായിട്ടങ്ങ് വരുന്നുണ്ട്. അത്രയും നല്ല തിന്നായിട്ട് വരുന്നതുകൊണ്ട് തന്നെ സൈഡിൽ കൂടെ മെൽറ്റായിട്ടും തുടങ്ങിയിട്ടുണ്ട്. നോക്കി നല്ല നൈസായിട്ട് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടോ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മെൽറ്റായിട്ടും തുടങ്ങിയിട്ട് നമ്മുടെ തേങ്ങയും അതേപോലെ തന്നെ വെല്ലമൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് ശർക്കരയും ജീരകം ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതെല്ലാം പാടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഇലയടയിലേക്ക്. അപ്പോൾ എന്തായാലും വെല്ലം ഞാൻ ചീവി എടുക്കാൻ വേണ്ടി ആ ഒരു സംഭവം യൂസ് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ നമുക്ക് വെല്ലം എല്ലാം സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അട ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസുകൾ എല്ലാം റെഡിയായ അവസ്ഥയ്ക്ക് നമുക്കിത് അട ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് വെള്ളം ഒന്ന് എടുക്കണം. അപ്പോൾ ഞാൻ പാത്രം എടുക്കട്ടെ. അപ്പോൾ പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം എടുക്കുന്നത് വേറെ ഒന്നല്ല കേട്ടോ. നമ്മൾ അട ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മളിങ്ങനെ മാവ് എടുക്കുമല്ലോ. അപ്പോൾ മാവ് എടുക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ഒന്ന് നമ്മുടെ കൈ അതിലേക്ക് നനച്ചതിന് ശേഷം നമ്മളിങ്ങനെ പരത്തി കൊടുക്കുക. അതേപോലെ തന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഒന്ന് നനച്ചിട്ട് ഇങ്ങനെ പരത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പരത്തി എടുക്കാനും വേണ്ടി പറ്റും. അതേപോലെ തന്നെ നമ്മുടെ കയ്യിലാണെങ്കിൽ ഒരു തരി പോലും ഒട്ടിപ്പിടിക്കാൻ നല്ല നീറ്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ കൈ ആദ്യം ഒന്ന് നനച്ചിട്ടുണ്ട്. ഒരു ഉരുള പോലെ ചെറിയ കുറച്ച് ഭാഗം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ ആ ഒരു ഇലയുടെ ആ ഒരു വലിപ്പത്തിനനുസരിച്ചാണ് ഞാനിപ്പോൾ മാവ് എടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഒരുപാട് തിക്കായിട്ടല്ല അവിടെ ഞാനിപ്പോൾ പരത്തുന്നത്. ഒരു അത്യാവശ്യം തിന്നും എന്നാൽ ഒരുപാട് അങ്ങനെ തിക്കുമല്ല, ആ ഒരു കൺസിസ്റ്റൻസിയിലാണ്. പറഞ്ഞ പോലെ തന്നെ എന്താ കയ്യിലൊന്നും അങ്ങനെ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കൈ നനച്ചിട്ട് ഇതുപോലെ ചെയ്യുവാണെങ്കിൽ നമുക്ക് കൈയൊക്കെ നല്ല നീറ്റായിട്ട് ഇരിക്കട്ടെ ഈ ഒരു പരിപാടി കഴിയണ വരെ. അപ്പോൾ ഒരു വട്ടം ഒരു ഇലയിൽ നല്ല വിധം നിരത്തിയതിന് ശേഷം പിന്നെ അതിൻ്റെ പൊക്കത്തേക്ക് കുറച്ച് നാളികേരം ചൊരവേതാട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഫുള്ളായിട്ട് നിരത്തി ഇട്ട് കൊടുക്കണ്ടേ. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ നാളികേരം ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പൊടിച്ചെടുത്തുള്ള ഏലക്കായും അതുപോലെ തന്നെ നല്ല ജീരകം ഉണ്ടാവുമല്ലോ, അതായത് ചെറിയ ജീരകം. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തതിന് ശേഷം, അതായത് പൊടിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു നാളികേരത്തിലേക്ക് മിക്സ് ചെയ്തിരിക്കുവാണ്. അങ്ങനെ ശർക്കരയും അതുപോലെ തന്നെ നമ്മുടെ നാളികേരമൊക്കെ ഇട്ട് നമ്മുടെ ഫസ്റ്റത്തെ അട നമ്മളിതാ വേവിക്കാനായിട്ട് നല്ല രീതിയിൽ തന്നെ എല്ലാ ഫില്ലിങ്ങൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രീതിയിൽ തന്നെ ബാക്കിയെല്ലാം ഒന്ന്
ചെയ്തെടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ഇട്ടിട്ടുള്ള ഒരു ഏലക്കായ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ പറമ്പിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഏലക്കായ് കുറച്ച് ഉണക്കി എടുത്തിട്ട് നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ അതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതാ വീണ്ടും നമ്മൾ അടുത്തത് ഒന്ന് പരത്താൻ വേണ്ടി പോകണം. കൈ ഒന്ന് നനച്ച് കൊടുത്തു. ഇത് ആവശ്യത്തിനുള്ള ബാറ്റർ ഒന്ന് കുറച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് നിരത്തി കൊടുക്കുകയാണ്. ഞാൻ ഒരു കയ്യിൽ ഫോൺ വെച്ചിട്ടാട്ടോ പരത്തുന്നതുകൊണ്ട് അതേപോലെ ഇങ്ങനെ ആടി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കൈ കൂടി യൂസ് ചെയ്തിട്ടാകുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കുന്ന അട അതെന്നും നമുക്കൊരു നെസ്റ്റ് തന്നെയാണല്ലേ. അപ്പോൾ അതിന് നമുക്ക് ഫില്ലിങ്സൊക്കെ ഒന്ന് വെച്ചെടുക്കാം. ഏലക്കായൊക്കെ നല്ല ഫ്രഷ് ആയതുകൊണ്ട് നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ. ഏലക്കായും ചെറുവും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് പൊടിച്ചപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലുണ്ട്. പിന്നെ അത് നമുക്കിത് ആവിയൊക്കെ ഇങ്ങനെ കയറി വരുന്ന ടൈമിൽ ഇങ്ങനെ പ്രത്യേക ഒരു സ്മെല്ല് ഇങ്ങനെ വരും കേട്ടോ. നമുക്ക് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കഴിക്കാനായാലും. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കാറുള്ളത്. നമ്മുടെ ശർക്കര മെൽറ്റായി നോക്കി നല്ലൊരു ഇല്ലെങ്കിൽ കുഴഞ്ഞൊരു പരിവായിട്ടുണ്ട് കേട്ടോ. മിക്കവാറും തേങ്ങയിൽ കൂടെ ഈ ഒരു ശർക്കരയും കൂടി മിക്സ് ചെയ്ത് ഒരുമിച്ച് ആക്കേണ്ടി വരുന്നതാണ് തോന്നുന്നത്. അപ്പോൾ ഇതപ്പോൾ ഇങ്ങനെ പീസായിട്ട് കേട്ടോ കിട്ടുന്നത്. അത്രത്തോളം നല്ല രീതിയിൽ തന്നെ മെൽറ്റായി. എന്തായാലും നമുക്ക് കുറച്ച് എടുത്തിട്ട് എല്ലാ മേളിൽ കൂടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഒന്ന് ആവി വരുമ്പോഴത്തേനും ഈ ശർക്കര ഇനി മെൽറ്റ് ആവാത്തായാലും അത് കട്ടിക്ക് ഇരുന്നാലും നന്നായിട്ട് മെൽറ്റ് ആവില്ല. കാരണം നല്ല രീതിയിൽ ഒന്ന് ചീവി എടുത്താവണം. ഇതാ മടക്കി അങ്ങനെതാണ് നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ ഇതാ ബാക്കി നമുക്ക് നല്ല രീതിയിൽ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പകുതിക്ക് വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ തേങ്ങയായിട്ട് നമ്മുടെ ശർക്കരനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ശർക്കര പെട്ടെന്നൊന്നും പറിച്ചെടുക്കാൻ കിട്ടാത്തൊരവസ്ഥയിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ അതെല്ലാം കൂടി മിക്സ് ചെയ്താൽ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇഡലിത്തട്ടിലാണ് ഞാനത് ആവി കയറ്റി എടുക്കാൻ വേണ്ടി പോണത്. ചില ടൈമിൽ ഞാൻ കല്ലിലിട്ടിട്ട്, അതായത് അങ്ങനെ കഴിക്കാൻ തോന്നുന്നൊരു ടൈമിൽ നമ്മൾ ദോശക്കല്ലിട്ടിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുമല്ലോ. അപ്പോൾ അതൊരു വേറെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും അത് നമ്മളിപ്പോൾ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്തിരുന്നത് ആവി കയറ്റിയിട്ട് കഴിച്ചിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്കിനി ഇന്ന് ആവി കയറ്റിയിട്ട് അപ്പോൾ ഇഡലി ചെമ്പ് ഞാനതാ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തട്ട് വെച്ചിട്ട് തട്ടിലേക്ക് ഓരോന്നായിട്ടൊന്ന് അടുക്കി സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു കുറച്ചൊന്ന് ആവി കയറുമ്പോഴത്തേനും നമ്മുടെ അട ഇവിടെ റെഡിയാവും. അപ്പോൾ നമുക്കിനി ഒരു പരിപാടിയും ചെയ്യണം. അപ്പോൾ ഞാൻ തട്ടെടുക്കട്ടെ, തട്ടിലേക്ക് ഓരോന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കട്ടെ. എല്ലാം അതായി ഒരു ലെവലൊന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 20 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അട അവിടെ ഇരുന്നാവാം എന്തായാലും കുറച്ച് ടൈം എടുക്കില്ല. ആ ഒരു ടൈം കൊണ്ട്, അതായത് ഇപ്പോൾ നമുക്ക് വെയിലൊക്കെ കിട്ടുന്നത് വളരെ കുറവാണ്. എന്തായാലും ഇന്നത്തെ ആ ഒരു മഴ മുന്നറിയിപ്പൊക്കെ കണ്ടപ്പോൾ എന്തായാലും ഞാൻ മഴയാണെന്ന് വിചാരിച്ചെങ്കിൽ കൂടി നമുക്ക് എന്തായിരുന്നു മഴയൊന്നുമില്ല. എന്നാലും ചെറിയൊരു തെളിച്ചുണ്ട് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ഡ്രസ്സുകൾ അലക്കിയിട്ടുണ്ട്. കുറച്ചധികം ഡ്രസ്സ് അലക്കിയിട്ടുണ്ട്. കാരണം ഇങ്ങനെയുള്ള ദിവസങ്ങളാണ് നമുക്ക് ഓരോ ഡ്രസ്സുകളൊക്കെ അലക്കി എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അലക്കി എടുക്കുന്നതിനേക്കാളും പാടാണ് നമുക്കത് ഉണക്കിയെടുക്കുക. അതുകൊണ്ട് ഇതാ ഒരു ട്രിപ്പ് ഇതാ അലക്കി എല്ലാം നമ്മുടെ അലകളെല്ലാം ഫുള്ളായിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇടയ്ക്കൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് കേട്ടോ അലക്കി ഉണക്കി എടുക്കുന്നത്. അല്ല നമ്മൾ ഒരു പഴയൊരു കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വെയിൽ കൊണ്ട് അങ്ങനെ ഉണക്കി. ഇപ്പോൾ നമ്മൾ അങ്ങനെയല്ല, ഓരോ സൈഡ് ഉണങ്ങുന്നതിനനുസരിച്ച് മറ്റേ സൈഡിൽ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടോ ഉണക്കിയെടുക്കും. കാരണം ഉണക്കിയെടുക്കൽ ഭയങ്കര ടാസ്ക് പിടിച്ച പരിപാടി തന്നെയാണ്. കാരണം കോടയും കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കോടയ്ക്കും കൂടി ചെറിയൊരു വെറുപ്പുണ്ടല്ലോ. അപ്പോൾ തുണിയൊക്കെ ഉണക്കിയെടുക്കാൻ നല്ല പാട് തന്നെ കേട്ടോ. പിന്നെ നമ്മൾ അഴയൊക്കെ കെട്ടിയിട്ടുള്ള ആ ഒരു ഏരിയ മൊത്തം നമ്മുടെ ഏലം കേട്ടോ. അപ്പോൾ ഏലമൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് നിന്ന് സ്പ്രെഡായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എത്ര നേരം ഇതുപോലെ നമുക്ക് തെളിഞ്ഞ അന്തരീക്ഷം കിട്ടുന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അത്രയും നേരം എന്തായാലും കിടന്ന് ഉണങ്ങാം. അപ്പം എന്തായിരുന്നു നമ്മുടെ പുറത്തുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞത് എത്തിയപ്പോഴത്തേനും നല്ല രീതിയിലാട്ടോ ആവി ഇങ്ങനെ പറക്കുന്നത്. നമുക്ക് തുറന്നാലോ? ഹായ്, തുറന്നപ്പോഴത്തേനും നോക്കി നല്ലൊരു സ്മെല്ലാണ്. എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് നമ്മുടെ ആ ഒരു ഇട്ടിട്ടുള്ള ഒരു ഏലക്കായും ജീരകവും, അപ്പോൾ അതൊക്കെ പൊടിച്ചിട്ടൊരു സ്മെല്ല് നന്നായിട്ട് ഈ ഒരു ആവി കൂടെ വരുന്നുണ്ട്. ആവി ഇതാ നമ്മുടെ ഫോണിൻ്റെ ഒരു ക്യാമറ മൊത്തത്തിൽ മൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഒരു സ്പൂണോ തവി എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. നേരിട്ട് നമ്മൾ കൈയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കിന്ന് പൊള്ളാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ടേ. നല്ല രീതിയിൽ തന്നെ എന്തായാലും വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഓരോന്നായിട്ട് ബാക്കിയും കൂടി ഒന്ന് എടുക്കട്ടെ. പതുക്കെ തവളൻ സ്വന്തമായിട്ട് തുറന്നോളാന്ന് പറഞ്ഞതാ. അതിലേക്ക് എടുത്ത് മാറ്റിയിട്ടതാ കുറച്ചെടുത്ത് വായിൽ വെച്ചപ്പോഴത്തേക്കും അഭിപ്രായം വന്നിട്ടുണ്ട് കേട്ടോ. അവർക്ക് ഇഷ്ടപ്പെട്ടൊരു മറ്റാട്ടോ കണ്ടിട്ട് തോന്നുന്നത്. പിന്നെ നമ്മൾ ആവണിക്കുട്ടിക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് അത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ആളുടെ മുഖത്തിൽ നിന്ന് നമുക്കത് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ എന്തായാലും ഇതാൾക്ക് ഇഷ്ടപ്പെടുത്തുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് അട കഴിക്കാം. മഴയൊന്നും പുറത്ത് പെയ്യുന്നില്ലെങ്കിലും നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു തണുപ്പത്ത് നമുക്ക് നല്ല ചൂടട കഴിക്കാം കേട്ടോ. നോക്കി നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട്. നമുക്കിങ്ങനെ ഒരു ഇലയൊക്കെ ആയാലും ആ ഒരു അതായത് നമ്മുടെ ആ ഒരു അടയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ.
വാരി കൊടുക്കുമെന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചോളാം അമ്മ എന്നൊക്കെ കേട്ടോ പറയണത്. അവൾക്ക് ഞാൻ ചെറിയ ഇതൊന്ന് പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു അടയുടെ കൂടെ കഴിക്കാനായിട്ട് ഇന്ന് കട്ടൻ ചായ കേട്ടോ. അപ്പോൾ നല്ല ചൂട് കട്ടൻ ചായ ആയതുകൊണ്ട് തന്നെ അവളുടെ അടുത്ത് വെക്കുന്നത് ഒട്ടും സേഫ് അല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ഏലക്കായുടെയും അതുപോലെ ജീരകത്തിൻ്റെ ഫ്ലേവറും അതുപോലെ തന്നെ നമ്മുടെ ഒരു തേങ്ങയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ തേങ്ങ നല്ല കട്ടിക്കാൻ ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ടൊക്കെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പഴം വെച്ചിട്ടും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതായത് പഴത്തിൻ്റെ ഒക്കെ സീസൺ ആവുന്ന ടൈമിൽ നമുക്ക് ഫില്ലിങ്സ് സെയിം ഇത് തന്നെ വെക്കുക. പിന്നെ നമുക്ക് കുറച്ച് അരിപ്പൊടിയോ കുറച്ച് ഇതുപോലെ ഗോതമ്പ് പൊടിയോ എടുത്തിട്ട് അതിൽ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമുക്ക് പഴം വെച്ചിട്ട് ചെറിയ രീതിയിലൊന്ന് നനച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ബാറ്ററൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ഈ രീതി തന്നെ നമുക്ക് ചെയ്തെടുക്കാനും കൂടി പറ്റും. അപ്പോൾ അതും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ആൾക്കൊരു ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ എന്തായാലും. അപ്പോൾ എന്തായാലും ഞങ്ങൾ അട കഴിക്കട്ടെ. അതുപോലെ തന്നെ നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ നല്ല മഴയൊക്കെ ആവുന്ന ഒരു ടൈമിലൊക്കെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെ ഇതുപോലെയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങൾ വീട്ടിൽ തന്നെ നമ്മളും കഴിക്കുക, നമ്മുടെ കുഞ്ഞുമക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് നല്ല ഹെൽത്തിയാണ്. അതുപോലെ തന്നെ അവർക്കായാലും ഇതൊരു ടേസ്റ്റൊക്കെ എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല കേട്ടോ. അപ്പോൾ ആളുടെ കഴിക്കൽ കഴിഞ്ഞൊരു വീഡിയോ കേട്ടോ കാണുന്നത്. ഇത്രയൊക്കെ ഉണ്ടോ അവളുടെ കഴിക്കൽ. അപ്പോൾ കഴിച്ച് കുറച്ച് വെച്ചിട്ട് നേരെ ഓടിയിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ ഒരു ശർക്കരയൊക്കെ നല്ല രീതിയിൽ തന്നെ ഒരു തേങ്ങയിലൊക്കെ മിക്സായിട്ട് ആ ഒരു ഫില്ലിങ്ങൊക്കെ നല്ല ക്വാണ്ടിറ്റി തന്നെയാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചായയുടെ എല്ലാം കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ മുറ്റടിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാട്ടോ. അപ്പോൾ മുറ്റെല്ലാം അടിച്ച് കഴിഞ്ഞു. പിന്നെ ഈ രീതിയിലെടുത്ത് നമ്മുടെ ശംഖുപുഷ്പത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫ്ലവറിങ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു മഴ കുറച്ച് കുറഞ്ഞൊരു ടൈമിൽ. എന്തായാലും ഇപ്പോൾ കുറച്ച് ഡേയ്സ് ആയിട്ട് മഴയായിരുന്നു, പിന്നെ മഴയില്ലെങ്കിൽ കൂടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് ഫ്ലവറിങ് കുറവാണ്. പിന്നെ നോക്കി നമ്മുടെ അന്തരീക്ഷമൊക്കെ ആയിരുന്നു നല്ലൊരു തണുപ്പായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേനും കോട വരാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. മഴയും അതുപോലെ തന്നെ മഴയ്ക്കുള്ളൊരു കുളമൊന്നും കാണുന്നില്ലെങ്കിലും നല്ല തണുപ്പാണ് കേട്ടോ. തണുപ്പും കിളികളുടെ സൗണ്ടും മൊത്തം ഒരു മഞ്ഞ് കൊണ്ടുപോകാനുള്ളൊരു ചാൻസ് കാണുന്നുണ്ടായിരുന്നു. കാരണം ചില ഏരിയയിലൊക്കെ ചെറിയ രീതിയിൽ കോട ഇങ്ങനെ പറന്ന് എരി തുടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ടൈമിൽ ഒരു കുഴപ്പമില്ലെങ്കിൽ പോലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്ന ആ ഒരു എണ്ണത്തിൻ്റെ കാണാൻ വേണ്ടി പറ്റില്ല. അത്രത്തോളം നല്ല എഫക്റ്റീവായിട്ട് കോടങ്ങ് അഴിഞ്ഞു തുടങ്ങി. അപ്പോൾ നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കുറച്ച് പൂക്കളുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ളത് നല്ല ബ്ലൂ കളറുള്ള ശംഖുപുഷ്പമാണ്. നമ്മുടെ കയ്യിൽ 2 എണ്ണമായിട്ടുള്ളത്. എന്തായാലും ബ്ലൂവിൽ കുഴപ്പമില്ലാത്ത പൂവുണ്ട്. എന്നാലും എന്നത്തെയും അപേക്ഷിച്ച് പൂക്കൾ കുറച്ച് കുറവ് തന്നെയാണ്. കാരണം മഴക്കാലമൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതുപോലുള്ള പ്ലാന്റ്സിലൊക്കെ പൊതുവെ ഫ്ലവറിങ് കുറവായിരിക്കും. ഞാൻ നോക്കി തുടക്കത്തിൽ ആ ഒരു ഗംഭീര സൗണ്ട് ഇപ്പോഴും ഇങ്ങനെ അതിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നത് മഴയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും പരമാവധി സേഫായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ കാണാം.